Welcome to Computer Science Hub. Our subject Android programming, topic fragments in Android. This is the part 1 video of fragments. ഒരു 2-3 parts ആയിട്ടാണ് നമ്മൾ fragments cover ചെയ്യാൻ പോകുന്നത്. Okay. In this video, we are discussing the structure of fragments and fragment life cycle. So basically theory ആണ്, implementation program wise വരുന്നില്ല. What is fragments, then structure, then fragment life cycle, ഇത്രയാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. What is a fragment? ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻഡ്രോയിഡ് പഠിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിഗർ സ്ക്രീൻ, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫോണും ടാബ്ലറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ടാബ്ലറ്റിൽ കുറേ കൂടിയും ബിഗർ സ്ക്രീൻ ആണല്ലോ. സോ ടാബ്ലറ്റിലെ ബിഗർ സ്ക്രീനിന് വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ആക്ടിവിറ്റീസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇറ്റ്സ് എ പോർഷൻ ഓഫ് യൂസർ ഇൻ്റർഫേസ്. എ ഫ്രാഗ്മെന്റ് റെപ്രസെൻറ്റ്സ് എ ബിഹേവിയർ ഓർ എ പോർഷൻ of user interface in a fragment activity. You can combine multiple fragments in a single activity to build a multi-pane UI and reuse a fragment in multiple activities. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീനെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട്. അതിലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രാഗ്മെൻറ്റ്സിനെ മൾട്ടിപ്പിൾ ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റിനെ തന്നെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഉണ്ട്. Fragment is a modular section of an activity which has its own life cycle, receives its own input events, and which you can add or remove while the activity is running. So fragment എന്ന് പറയുന്നത് ആക്ടിവിറ്റിയിലെ ഒരു സെക്ഷൻ ആണ്, ആൻഡ് അത് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ന് പറയാം. ആൻഡ് ഫ്രാഗ്മെൻറ്റിന് സ്വന്തമായിട്ടൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതുപോലെ അതിന് വേണ്ടി ഇൻപുട്സ് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ആക്ടിവിറ്റി റൺ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രാഗ്മെൻറ്റ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ് വേറൊരു അഡ്വാൻറ്റേജ്. A fragment must always be hosted in an activity, and the fragment's life cycle is directly affected by the host activity's life cycle. നമുക്ക് ഫ്രാഗ്മെൻ്റ് ഒരു സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ഒന്നുമല്ല. ഫ്രാഗ്മെൻറ്റ്സിന് ഒറ്റയ്ക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ആക്ടിവിറ്റി തന്നെ വേണം. ആക്ടിവിറ്റി ഹോസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഫ്രാഗ്മെൻറ്റിന് ലൈഫ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീൻ്റെ ലൈഫ് സൈക്കിളുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കും നമ്മളുടെ ഫ്രാഗ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിളും. എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പം നമ്മളുടെ ആക്ടിവിറ്റി പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റിയുടെ അകത്ത് ഇപ്പോൾ ഒരു 2-3 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും പോസ് ചെയ്യും. അതുപോലെ ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ ഫ്രാഗ്മെൻറ്റ്സും ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവിറ്റി റൺ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ റെസ്യൂമൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഫ്രാഗ്മെൻറ്റ്സിനെ ആഡ് ചെയ്യാം, ഫ്രാഗ്മെൻറ്റ്സിനെ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം ഫ്രാഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മോഡുലാർ സെക്ഷൻ ഓഫ് എൻ ആക്ടിവിറ്റി. So this will be the better definition. Okay, a fragment is a modular section of an activity which has its own life cycle, receives its own input event, and which you can add or remove during while the activity is running. Then it is hosted in an activity, so the fragment's life cycle is directly affected by the host activity's life cycle. Then this fragment represents a behavior or portion of a user interface, and multiple fragments can be combined in a single activity to build a multi-pane UI, and we can reuse the fragment in different activities. ഇത്രയും പോയിന്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആൻഡ് ഈ ഫ്രാഗ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് വേർഷൻ 3 തൊട്ടാണ്. API ലെവൽ 11 തൊട്ടൊക്കെയാണ് ഫ്രാഗ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ ഇപ്പോൾ ഒരു ഫ്രാഗ്മെന്റ് കൺസെപ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞതാണ്. അതായത് നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്യാണ്. ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി എ കണ്ടെയ്ൻസ് ഫ്രാഗ്മെന്റ് എ. ഓക്കെ, ആക്ടിവിറ്റി എ ഒരു ആക്ടിവിറ്റിയിൽ ഒരു സിംഗിൾ ഫ്രാഗ്മെന്റ് ആണ് ഉണ്ടാവുക. ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ കണ്ടു ഇതുപോലെ കുറേ ഫീൽഡ് ഉണ്ട്. അപ്പം ഞാൻ ലൈക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരു ഐറ്റം ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വന്നു. ഓക്കെ, അപ്പം നമ്മളുടെ ഫോണൊക്കെ ഞാൻ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയിൽ ഒറ്റ ഫ്രാഗ്മെൻറ്റ് അത്രേ പറ്റുള്ളൂ. സ്പ്ലിറ്റിങ്ങിനൊന്നും ഫോണിൽ സ്പേസ് ഇല്ല, ഡിസ്പ്ലേ സൈസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്, എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, അതിൻ്റെ അകത്ത് ഫ്രാഗ്മെൻറ്റ് എ ഉണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെലക്ടിങ് ആൻ ഐറ്റം സ്റ്റാർട്ട്സ് ആക്ടിവിറ്റി ബി. ഈ ആക്ടിവിറ്റി പോയി പകരം പുതിയൊരു ആക്ടിവിറ്റി വന്നു. ആ ആക്ടിവിറ്റി ബിനകത്ത് ഒരു ഫ്രാഗ്മെൻറ്റ് വേണമെങ്കിൽ ഒരു ഫ്രാഗ്മെൻറ്റ് ബി ഉണ്ടായിരിക്കാം. ഇത് ഹാൻഡ്സെറ്റിൽ നടക്കുന്നതാണ്. ടാബ് ആൻ ചെയ്യുന്നാലോ,
നമുക്ക് ആ സിംഗിൾ ആക്ടിവിറ്റീനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആക്ടിവിറ്റി എയിൽ നിന്ന് ആക്ടിവിറ്റി ബിയിലേക്ക് പോകുന്നത് ടാബ്ലറ്റിൽ നമുക്ക് ഒഴിവാക്കാം. ആക്ടിവിറ്റി എ കണ്ടെയ്ൻസ് 2 ഫ്രാഗ്മെൻറ്റ്സ്, ഫ്രാഗ്മെൻറ്റ് എ ആൻഡ് ഫ്രാഗ്മെൻറ്റ് ബി. ഫ്രാഗ്മെൻറ്റ് എയിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാഗ്മെൻറ്റ് ബി ആണ് അപ്ഡേറ്റ് ആവുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിൽ അതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ സിമ്പിളായിട്ടൊരു മൊബൈൽ ആണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്ടിവിറ്റിയുടെ അകത്ത് ഒരു ഫ്രാഗ്മെൻറ്റേ പോസിബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ, സൈസ് റെസ്ട്രിക്ഷൻ കാരണം. പക്ഷേ ടാബ്ലറ്റ് ഒക്കെ ആണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്ടിവിറ്റി 2-3 ഫ്രാഗ്മെൻറ്റ്സ് അലൗഡ് ആണ്. ഓക്കെ, ഇനി മെയിൻ യൂസ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മൊഡ്യൂലാരിറ്റി ആണ് മേജർ യൂസ് വരുന്നത്. ഇഫ് എ സിംഗിൾ ആക്ടിവിറ്റി ഈസ് ഹാവിങ് ടു മെനി ഫങ്ഷണൽ കമ്പോണൻറ്റ്, it's better to divide, okay, spelling mistake ആണ്, it's better to divide it into independent fragment, hence making the code more organized and easier to maintain. Okay, ഇപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ ഇപ്പോൾ ഫങ്ഷണൽ കമ്പോണൻറ്റ്, മെനി ഫങ്ഷണൽ കമ്പോണൻസ് ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷണൽ കമ്പോണൻസിന് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ 2 കമ്പോണൻ്റ് ഉണ്ട് അല്ലേ. ഇത് ക്ലിക്ക് ചെയ്യണം, ക്ലിക്ക് ചെയ്യാനുള്ള ഒരു കമ്പോണൻറ്റ്, ഇത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് വേറെ കമ്പോണൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ ഡിഫറെൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിനെയും കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റില്ല. മൊഡ്യൂലാരിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോന്നിനെയും ഇൻഡിപെൻഡൻറ്റ് ഫ്രാഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കോഡ് കുറേയും കൂടിയും ഓർഗനൈസ്ഡ് ആവും ആൻഡ് ഓൾസോ ഈസിയർ ടു മെയിൻറ്റെയിൻ. അതാണ് മൊഡ്യൂലാരിറ്റിയിൽ പറയുന്നത്. റീയൂസബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു ഫ്രാഗ്മെൻറ്റ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യാൻ പറ്റും. If we define any particular feature in a fragment, that feature more or less becomes a reusable component which can be easily integrated into any activity. പറഞ്ഞതാണല്ലേ. Adaptability. If we break UI components of an app screen into fragment, it becomes easier to change their orientation and placement based on screen size, etc. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ സ്ക്രീൻ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഡിസ്ട്രോയ് ആയി വീണ്ടും വരുമെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മളത് വഴിയിൽ പഠിക്കും കേട്ടോ, ഇനി വരുമ്പോൾ അങ്ങോട്ട് പഠിക്കും. അപ്പോൾ കുറച്ചുകൂടി അഡാപ്റ്റബിൾ ആക്കാൻ പറ്റും. നമ്മൾ UI കമ്പോണൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ചേഞ്ച് ദെയർ ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ബേസ്ഡ് ഓൺ സ്ക്രീൻ സൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ യൂസ്. നോക്കേണ്ട പോയിന്റ്സ് മൊഡ്യൂലാരിറ്റി, റീയൂസബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. അപ്പം നമ്മൾ ഫ്രാഗ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ഫ്രാഗ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലേ, മെയിൻ യൂസസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനിയാണ് ഫ്രാഗ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പോൾ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഫ്രാഗ്മെൻറ്റ് ഒരു ആക്ടിവിറ്റിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും ഫ്രാഗ്മെൻറ്റ് ലൈഫ് സൈക്കിളിനെ. ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ്, ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഫ്രാഗ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഫ്രാഗ്മെൻറ്റ് ഇസ് ആഡഡ്. ഇപ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റ് ഒരു ആക്ടിവിറ്റിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓൺ അറ്റാച്ച്. ഓക്കെ, ഫ്രാഗ്മെൻറ്റിനെ ആക്ടിവിറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നു. നെക്സ്റ്റ് ഓൺ ക്രിയേറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ആവുന്നു, ഓൺ ക്രിയേറ്റ്. ദെൻ ഓൺ ക്രിയേറ്റിൻ്റെ കൂടെ തന്നെ ഓൺ ക്രിയേറ്റ് വ്യൂ എന്നുള്ള ഫംഗ്ഷനും കൂടി ഉണ്ട്. ഓൺ ക്രിയേറ്റ് വ്യൂവിലാണ് നമ്മളുടെ കമ്പോണൻസ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയപ്പോൾ ഫ്രാഗ്മെൻറ്റ് ക്രിയേറ്റ് ആയി. ഇനി അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൺ ആക്ടിവിറ്റി. നമ്മളുടെ ആക്ടിവിറ്റി ഇവിടെ ക്രിയേറ്റ് ആവുന്നേ ഉള്ളൂ. ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ്. ദെൻ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് തുടങ്ങാം. നമ്മളുടെ വിസിബിളായി, നമ്മളുടെ മുന്നിൽ വന്നു. ദെൻ ഓൺ സ്റ്റാർട്ട്, ഓൺ റെസ്യൂം. അപ്പോൾ റെസ്യൂം ഇവിടെയാണ് നമ്മളുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് റണ്ണിങ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റ്സും ആക്റ്റീവാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് പോവുകയാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ 2 തരം ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, യൂസർ നാവിഗേറ്റ്സ് ബാക്ക് ഓർ ഫ്രാഗ്മെൻറ്റ് ഇസ് റിമൂവ്ഡ് ഓർ റീപ്ലേസ്ഡ്. അങ്ങനെ വരാന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്യൂം ആക്റ്റീവായിരുന്ന ഫ്രാഗ്മെൻ്റ് എല്ലാം പോസ് ചെയ്യും, ഓൺ പോസിലോട്ട് ഞെക്കും. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ അത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിൽ നിന്ന് അത് ഓൺ സ്റ്റോപ്പിലോട്ട് എത്തും. ദെൻ ഓൺ സ്റ്റോപ്പിൽ നിന്ന് ഓൺ ഡിസ്ട്രോയ് വ്യൂവിലോട്ടും. ഓൺ ഡിസ്ട്രോയ് വ്യൂ കഴിഞ്ഞാൽ വീണ്ടും ഓൺ ഡിസ്ട്രോയ്, പിന്നെ ഡിസ്ട്രോയ് ചെയ്ത ഫ്രാഗ്മെൻറ്റ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഫ്രാഗ്മെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പ്രസ് ചെയ്ത് അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. ആക്റ്റീവ് ആയിരുന്ന ഫ്രാഗ്മെൻറ്റ് പോസിലേക്ക് മാറും, പോസിൽ നിന്ന് സ്റ്റോപ്പിലേക്ക് മാറും. ദെൻ സ്റ്റോപ്പിൽ നിന്ന് ഓൺ ഡിസ്ട്രോയ് വ്യൂ, ദെൻ ഓൺ ഡിസ്ട്രോയ്, ലാസ്റ്റ് ഡിറ്റാച്ച് ചെയ്യുക, ഓൺ ഡിറ്റാച്ച്.
ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഞാൻ ഹോം ബട്ടൺ നമ്മളൊരു ആക്ടിവിറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ വാട്സപ്പോ ഏതെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റി എന്താവും ബാക്കിലോട്ട് പോവല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ബാക്ക് സ്റ്റാക്ക് എന്നാണ് പറയുക. ഈ ഫ്രാഗ്മെന്റ് ആഡഡ് ടു ബാക്ക് സ്റ്റാക്ക് ആൻഡ് ദെൻ റിമൂവ്ഡ് ഓർ റീപ്ലേസ്ഡ്. ഫ്രാഗ്മെന്റ് ഇപ്പോൾ യൂസ് ചെയ്യാത്ത സമയത്ത് അവർ ബാക്ക് സ്റ്റാക്കിലേക്ക് അവർ ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവർ ഓൺ പോസ് ചെയ്തിരിക്കുക അല്ലേ, ഓൺ പോസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും. ദെൻ ഓൺ പോസിൽ നിന്ന് നമുക്ക് അവർ ഓൺ സ്റ്റോപ്പിലേക്ക് പോവാം. ദെൻ ഓൺ ഡിസ്ട്രോയ് വ്യൂവിൽ എത്തുമ്പോഴാണ് ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ച് അതിലോട്ട് തന്നെ വരുന്നത് വിചാരിക്കുക. ആ ഫ്രാഗ്മെന്റിലോട്ട് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയിലോട്ട് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ദ ഫ്രാഗ്മെന്റ് റിട്ടേൺസ് ടു ദ ലേ ഔട്ട് ഫ്രം ദ ബാക്ക് സ്റ്റാക്ക്. നമ്മൾ എന്ത് ചെയ്യും, ഓൺ ഡിസ്ട്രോയ് വ്യൂവിൽ നിന്നിരുന്ന ഫ്രാഗ്മെന്റ് അവിടെ നിന്ന് നേരെ ഓൺ ക്രിയേറ്റ് വ്യൂ, അതായത് നമ്മളുടെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന വ്യൂവിലോട്ട് എത്തും. അപ്പോൾ ഇതാണ് ഫ്രാഗ്മെന്റിന്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഫ്രാഗ്മെന്റ് ആദ്യം ആക്ടിവിറ്റിയിലോട്ട് ആഡ് ചെയ്യണം, അതിനെ ആദ്യം അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് വ്യൂ കമ്പോണൻസ് എല്ലാം വരുന്നത് ക്രിയേറ്റ് വ്യൂവിലാണ്. ദെൻ ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി, സ്റ്റാർട്ട് ചെയ്തു, റെസ്യൂം ചെയ്തു. ഇവിടെ എല്ലാ ഫ്രാഗ്മെന്റ്സും ആക്റ്റീവ് ആണ്. ദെൻ രണ്ട് കേസസ് പറയാം. ഒന്നുകിൽ നമ്മളത് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് അതിനെ ബാക്ക് സ്റ്റാക്കിലോട്ട് ഇട്ട് ദെൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ റണ്ണിങ്, അതായത് നമ്മൾ ആ ആക്ടിവിറ്റിയിലോട്ട് തിരിച്ചു വരും. അങ്ങനത്തെ കേസാണ് ഈ ലെഫ്റ്റിലുള്ള ആരോസ് കാണിക്കുന്നത്. അതായത് ആദ്യം അത് പോസായി, പിന്നെ അത് സ്റ്റോപ്പായി, ഓൺ ഡിസ്ട്രോയ് വ്യൂ ആയി, പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അത് അഗെയിൻ ഓൺ ക്രിയേറ്റ് വ്യൂവിലോട്ടാണ് ജമ്പ് ചെയ്യുക. നമ്മൾ നേരെ ഓൺ അറ്റാച്ചിലേക്ക് ഒന്നും പോകണ്ട, വൺസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺ ക്രിയേറ്റ് വ്യൂവിലോട്ട് പോയാൽ മതി. ഇനി അതല്ല നമ്മൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് കളയുകയാണെങ്കിൽ ആദ്യം ഓൺ പോസ്, ദെൻ ഓൺ സ്റ്റോപ്പ്, ഓൺ ഡിസ്ട്രോയ് വ്യൂ, ദെൻ ഡിസ്ട്രോയ് വ്യൂ കഴിഞ്ഞാൽ ഓൺ ഡിസ്ട്രോയ്, ദെൻ ഓൺ ഡിറ്റാച്ച്. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നോക്കാം കേട്ടോ. ഫ്രാഗ്മെന്റ് ലൈഫ് സൈക്കിൾ ബിഗിൻസ് വെൻ ഇറ്റ് ഈസ്, ഫ്രാഗ്മെന്റ് ലൈഫ് സൈക്കിൾ എപ്പോഴാണ് തുടങ്ങുക, അതൊരു ആക്ടിവിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് തുടങ്ങുക. ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് നോക്കാം. ദിസ് ഇസ് കോൾഡ് വെൻ ദ ഫ്രാഗ്മെന്റ് ബിക്കംസ് ആക്റ്റീവ് ഓർ ഇന്ററാക്റ്റീവ്. ഈ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് കോൾ ചെയ്യുന്നത് ആദ്യം ഓൺ അറ്റാച്ച് ആക്ടിവിറ്റി. വൺസേ ഒരു ഫ്രാഗ്മെന്റ് ലൈഫ് സൈക്കിൾ ഒറ്റ തവണയാണ് ഈ ഓൺ അറ്റാച്ച് കോൾ ചെയ്യുള്ളൂ. വെൻ ദ ഫ്രാഗ്മെന്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ആക്ടിവിറ്റി. ഓൺ ക്രിയേറ്റ്, നമ്മൾ ഓൺ ക്രിയേറ്റ് ബണ്ടിൽ സേവ്ഡ് ഇൻസ്റ്റൻസ് ഒക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഓൺ ക്രിയേറ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഫ്രാഗ്മെന്റിന് വേണ്ട എസെൻഷ്യൽ കമ്പോണൻസ് ഒക്കെ ഓൺ ക്രിയേറ്റിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ഓൺ ക്രിയേറ്റ് വ്യൂ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UI ഓഫ് ദ ഫ്രാഗ്മെന്റ് ഹാസ് ടു ബി ഇനീഷ്യലൈസ്. ഫ്രാഗ്മെന്റിന്റെ യൂസർ ഇന്റർഫേസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ക്രിയേറ്റ് വ്യൂ. ഇറ്റ് ഇസ് കോൾഡ് വെൻ ദ ഫ്രാഗ്മെന്റ് ഇസ് ഫസ്റ്റ് ക്രിയേറ്റ്. അപ്പോൾ ഓൺ ക്രിയേറ്റ് വ്യൂ 2 പ്രാവശ്യം കോൾ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റാക്കിൽ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് അല്ല, ബാക്ക് സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന ഫ്രാഗ്മെന്റിനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രാഗ്മെന്റ് വീണ്ടും നമ്മളുടെ ഫോർഗ്രൗണ്ടിലേക്ക് വരുമല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓൺ ഡിസ്ട്രോയ് വ്യൂവിൽ നിന്നിരുന്ന ആൾക്കാർ ഓൺ ക്രിയേറ്റ് വ്യൂവിലോട്ട് വരും. അങ്ങനെ 2 പ്രാവശ്യം ഓൺ ക്രിയേറ്റ് വ്യൂ കോൾ ചെയ്യും, ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ദെൻ ബാക്ക് സ്റ്റാക്കിൽ നിന്ന് ആഡ് ചെയ്യുമ്പോഴും. UI of the fragment has to be initialized. It is called when the fragment is first created and then when the fragment returns back to the layout from backstack. This method usually returns a view component, but if the fragment doesn't have a UI, then you can return a null. Okay. Next, on activity created ആണ് കേട്ടോ. അതായത് ഹോസ്റ്റ് ആക്ടിവിറ്റി ക്രിയേറ്റ് ആയി. We can even access fragments view using find view by ID വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രാഗ്മെന്റിനെ ആക്സസ് ചെയ്ത് തുടങ്ങാം. ഓൺ സ്റ്റാർട്ട് വെൻ ദ ഫ്രാഗ്മെന്റ് നമ്മൾക്ക് വിസിബിൾ ആയി, ബിക്കംസ് വിസിബിൾ ഓൺ ദ ഡിവൈസ് സ്ക്രീൻ. നെക്സ്റ്റ് ഓൺ റെസ്യൂം, അത് വർക്കിംഗ് ചെയ്യലാണ് ഓൺ റെസ്യൂം. അപ്പോൾ ഇതുവരെയുള്ള മെത്തേഡ്സ് ഓൺ അറ്റാച്ച് ആണ്, അറ്റാച്ച് ചെയ്യുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രമാണ് ഇത് കോൾ ചെയ്യുള്ളൂ. ഓൺ ക്രിയേറ്റ് ആണ് ഫ്രാഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തെ കമ്പോണൻസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓൺ ക്രിയേറ്റ് വ്യൂവിലാണ് വ്യൂ കമ്പോണൻസ് ഇനിഷ്യലൈസ് ചെയ്യുക. ദെൻ ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ, ഹോസ്റ്റ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഓൺ സ്റ്റാർട്ട് ഫ്രാഗ്മെന്റ് വിസിബിൾ ആയി, അത് റൺ ചെയ്ത് തുടങ്ങി. അതുപോലെ നമുക്കത് റൺ ചെയ്യുന്ന സമയത്ത് ഓൺ റെസ്യൂം. ഇനി പോസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ when the fragment is no longer interactive and the user is about to leave the fragment. ഇന്ററാക്റ്റീവ് അല്ല എന്ന് പറയാൻ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ സപ്പോസ് ഈ ഒരു തന്നെ നമ്മൾ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തെന്ന് വിചാരിക്കുക.
ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള സ്ക്രീൻ ഇന്ററാക്റ്റീവ് ആവില്ല. കാരണം എന്താ, ഒരു ഡയലോഗ് ബോക്സ് വരും ഓക്കെയും ക്യാൻസലൊക്കെ ആയിട്ട്. അയാൾ ആൻസർ ചെയ്താൽ മാത്രമാണ് പുറകിലുള്ള ആളെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഓൺ പോസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ എ ഫ്രാഗ്മെന്റ് ഇസ് നോ ലോങ്ങർ ഇന്ററാക്റ്റീവ് ആൻഡ് ദ യൂസർ ഇസ് എബൌട്ട് ടു ലീവ് ദ ഫ്രാഗ്മെന്റ്. അപ്പോൾ ഓൺ പോസിൽ എത്തിക്കഴിഞ്ഞാൽ യൂസർ അത് ലീവ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ് ഐഡിയ. At this point is suggested to save any data for the existing user session if required. അപ്പോൾ നമ്മൾ ലീവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്യണമല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ ഓൺ പോസിനകത്ത് ചെയ്യും. ഓൺ സ്റ്റോപ്പ് മീൻസ് വെൻ ദ ഫ്രാഗ്മെന്റ് ഇസ് നോ ലോങ്ങർ വിസിബിൾ. ഇനി ഓൺ ഡിസ്ട്രോയ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൺ പോസിൽ അത് ബാക്ക് ഇന്ററാക്റ്റീവ് അല്ലാന്നേ ഉള്ളൂ. ഓൺ സ്റ്റോപ്പിൽ അത് വിസിബിളേ അല്ല. ദെൻ ഡിസ്ട്രോയ് വ്യൂവിൽ ഫ്രാഗ്മെന്റ് ഇസ് ടു ബി ഡിസ്ട്രോയ്ഡ്. Here you can do the clean up the resources before the fragment is destroyed. Resources clean ചെയ്യാം. Then on destroy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ക്ലീൻ അപ്പ് ആണ് ഫ്രാഗ്മെന്റ് സ്റ്റേറ്റ്. ഓൺ ഡിറ്റാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ ഫ്രാഗ്മെന്റ് ആക്ടിവിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വാട്ട് ഈസ് ഫ്രാഗ്മെന്റ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജും പിന്നെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സും ഇത്രയാണ് പഠിച്ചത്. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.